ഹായ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ നോക്കുന്നത് നമ്മൾ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ ചാപ്റ്ററിൻ്റെ കീഴെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി, റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. ഇവിടെ ഒരു സ്റ്റോറി ട്രീ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് ഭാഗമൊക്കെ ബ്ലാങ്ക് ആണ്. അതൊക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ്, പിന്നെ മെയിൻ ഇവൻറ്റ്സ്, കഥാപാത്രങ്ങളും പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ്. ഓക്കെ, ഇതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയുണ്ട്? മംഗൂസ്, ഗ്രാൻഡ് മദർ, പിന്നെ ദ ബോയ്, എ ലവർ ഓഫ് നേച്ചർ, പിന്നെ മൈന, ദെൻ ഗ്രാൻഡ് ഫാദർ, എ 65-year-old മാൻ, ദെൻ കോബ്ര, ലാസ്റ്റ് പറയുന്നത് ക്രോ. ഓക്കെ, ഇതിൽ ഉണ്ടായിരിക്കുന്ന മെയിൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ, സ്ക്വിറലോ ആയിട്ടുണ്ടായിരുന്ന ബോയുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദി കോബ്ര, മംഗൂസും കോബ്രയും തമ്മിലുണ്ടായിരുന്ന ഫൈറ്റ്. മൂന്നാമത്തേത് എന്താണ്? ദ ബർത്ത് ഓഫ് വൈറ്റ് സ്ക്വിറൽസ്, ആ വൈറ്റ് സ്ക്വിറൽസിൻ്റെ ജനനം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. സോറി, അതിൻ്റെ സെറ്റിങ്സ് പറയാൻ വിട്ടുപോയി. ദ ബനിയൻ ട്രീ ആണ്, ഗാർഡൻ ബിലോ ദ ബനിയൻ ട്രീ, ബനിയൻ ട്രീയുടെ താഴെയുള്ള ഗാർഡനിൽ വെച്ചിട്ടാണ് ഈ ഇവൻറ്റ്സ് ഒക്കെ നടന്നിട്ടുള്ളത്. Next, activity number 2. The boy was very much thrilled by his acquaintance with the squirrel. He writes a letter to his friend telling him about his new friend. Help him complete the letter. അപ്പം നമ്മുടെ സ്ക്വിറലായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ ബോയ്ക്ക്. അപ്പം ആ സ്ക്വിറലിന് നല്ലൊരു ഫ്രണ്ടായിട്ട് സ്ക്വിറലിനെ കിട്ടിയ സമയത്ത് ആ ബോയ് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുന്നതാണ്. അപ്പോൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ലെറ്റർ എഴുതണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്കിവിടെ കാണാം, നമ്മളൊരു ലെറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. Hope you are enjoying your vacation there. I am quite fine and enjoying my vacation. I have something interesting to tell you. I have made friendship with a squirrel. At first, he was afraid of me, but then I gave him pieces of cakes and biscuits. Soon he lost his fear and began to eat from my hands. He even used to search my pockets for something to eat. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഞാൻ ഒരു സ്ക്വിറലിനെ കണ്ടു. അവൻ ആദ്യം എൻ്റെ അടുത്തൊക്കെ വരാൻ പേടിയായിരുന്നു. പിന്നീട് അവൻ എൻ്റെ അടുത്ത് കമ്പനിയായി. ഞാൻ കേക്കും ബിസ്ക്കറ്റ്സൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ പോക്കറ്റിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ അവൻ ഭക്ഷണമൊക്കെ എടുക്കുമായിരുന്നു. My grandfather bought a white rat from the bazaar and brought it home. Slowly I took it to the banyan tree where I had made a platform. Soon the white rat and the squirrel became close friends. They often went for short excursions on the tree branches. The squirrel built a nest, cramming it with the knitting of my grandmother. One day I saw 3 white baby squirrels in the nest. My grandfather told me that the squirrel was the father and the white rat was the mother of the babies. It was new to me, but my grandfather told me it was possible for white rats to have babies from squirrels as they come from the same family group. I know you are a lover of films. How many did you see during the vacation? Say hi to your parents. Say your sister Lakshmi. Okay, ഇതെന്താ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫിൽ? പിന്നെ അണ്ണാരക്കണ്ണനെ വൈറ്റ് റാറ്റിനെ മുത്തശ്ശൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു സ്ക്വിറലും ഈ റാറ്റും കൂടെ നല്ല ഫ്രണ്ട്ലി ആവുന്നുണ്ട്. അവർക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് അവൻ്റെ അടുത്തൊരു കുശലം ചോദിക്കുന്നത് പോലെ, നീ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, എങ്ങനെയുണ്ട് നിൻ്റെ വെക്കേഷൻ എന്നൊക്കെ. അപ്പം നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളിവിടെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റാണ്. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡായിട്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് യുവേഴ്സ് ലവിംഗ്ലി, പിന്നെ സിഗ്നേച്ചർ ആൻഡ് നെയിം. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഫോമാറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, then activity number 3 ആണ്. Watching the nature around us is really interesting. Each and every living being has its own characteristics. The boy in the story narrates certain features of a few animals.
അപ്പം നമ്മുടെ ചുറ്റിലും നടക്കുന്നത് വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പം ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പം ഈ കഥയിൽ ബോയ് ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കോബ്രേനെ കുറിച്ചും അതുപോലെ മംഗൂസിനെ കുറിച്ചും ക്രോ, മൈന, അങ്ങനെ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇവിടെ പറയാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്ക്വിറലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സ്നേക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മംഗൂസ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. സ്ക്വിറൽ എന്ന് പറയുന്നത് ബോയുടെ ഫ്രണ്ടാണ്. സ്നേക്കും മംഗൂസും തമ്മിലാണ് അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്ക്വിറലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം സ്ക്വിറൽ വാസ് വെരി യങ്, ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ, ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ, ഇറ്റ് ബിഗെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം, ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. സ്ക്വിറൽ വളരെ ചെറുതാണ്, ഗ്രേ കളറാണ്. ബോയ് ആയിട്ട് ആദ്യം വലിയ കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് അവരുടെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദ സ്നേക്ക്. സ്നേക്കിനെ കുറിച്ചാണ്. ദ കോബ്ര വാസ് ഹ്യൂജ് ആൻഡ് ബ്ലാക്ക്. കോബ്ര വളരെ വലുതായിരുന്നു, ബ്ലാക്ക് കളറായിരുന്നു. ഇറ്റ് വാസ് സ്കിൽഫുൾ ആൻഡ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. നല്ല കഴിവുള്ള, ഒരുപാട് അനുഭവമുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേഗതയിൽ അവന് ചലിക്കാൻ ഒക്കെ സാധിക്കുമായിരുന്നു. ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി പോയിസൺ, ബട്ട് ദ മംഗൂസ് പ്രൂവ് ടു ക്ലെവർ ഫോർ ദിസ് കോബ്ര. അപ്പോൾ എന്താണ്, ഈ കോബ്രയുടെ കൂർത്ത പല്ലുകൾക്ക് പിറകിലായിട്ട് ഒരു പോയിസൺ വെച്ചിട്ടുള്ള ഒരു സഞ്ചിയുണ്ട്. അപ്പം അത് അത്രയും അപകടമാണ്. പക്ഷേ എന്താണ്, ദ മംഗൂസ് പ്രൂവ് ടു ക്ലെവർ ഫോർ ദിസ് കോബ്ര. പക്ഷേ ഫൈനലി എന്താണ്, മംഗൂസാണ് കൂടുതൽ ഈ കോബ്രയുടെ നേരെ ബുദ്ധി കാണിച്ചത്. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മംഗൂസാണ്. ദ മംഗൂസ് വാസ് ഗ്രേ ഇൻ കളർ. ഗ്രേ കളറാണ്. ഇറ്റ് വാസ് 3 feet long. 3 അടി നീളമുണ്ട്. ഇറ്റ് വാസ് എ സൂപ്പർ ഫൈറ്റർ. ഒരു നല്ല ഫൈറ്ററാണ്. ക്ലവർ ആൻഡ് അഗ്രസീവ്. ബുദ്ധിമാനുമാണ്, അക്രമകാരിയാണ്. When the snake raised high off the ground and spread his broad spectacled hood, the mongoose pushed his tail. അപ്പം ഈ പാമ്പ് പത്തി വിരിച്ചു വരുന്ന സമയത്ത് ഇവൻ്റെ വാലൊന്ന് നന്നായിട്ട് കുടഞ്ഞ് തെറിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. The long hair on his spine stood to prevent the bite from the snake harm his body. Ultimately, it killed the snake and dragged it to the cactus bush. The grandfather of the boy used to give the mongoose scraps from the kitchen. It also stole eggs from the poultry, but it did not harm the chickens there. അപ്പം മംഗൂസിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അവൻ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പം അവൻ്റെ ശരീരത്തിലുള്ള രോമങ്ങളൊക്കെ തെറിപ്പിച്ചിട്ട് നിർത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആരുടെ അടുത്തു നിന്നും എന്താണ് കടികളൊന്നും കിട്ടില്ല. അതുപോലെ മുത്തശ്ശൻ എന്ത് ചെയ്യാറുണ്ട്, കിച്ചൺ വെയ്റ്റ്സ് ഒക്കെ അവന് കൊടുക്കാറുണ്ട്. അതുപോലെ മുത്തശ്ശി കാണാതെ അവൻ എന്ത് ചെയ്യാറുണ്ട്, കോഴിക്കൂട്ടിൽ പോയിട്ട് മുട്ടകളൊക്കെ കട്ടി തിന്നാറുണ്ട്. പക്ഷെ മുത്തശ്ശിക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അവിടുത്തെ സ്നേക്സിനൊക്കെ ഓടിച്ചു വിടുന്നതുകൊണ്ട്. Okay, then activity number 4 ആണ് കേട്ടോ. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. അപ്പം ഇവിടെ ബോയ് ആണ് നമ്മുടെ അടുത്ത് നറേറ്റ് ചെയ്ത് തരുന്നത് കോബ്രയും മംഗൂസും തമ്മിലുള്ള അടിപിടി അല്ലേ. അപ്പം നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ സീന് നറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The boy was sitting on the platform half away up the tree. It was an April afternoon. Warm breezes had sent everyone indoors. The boy was thinking of going for a swim when he saw a black cobra coming out of a group of cactus. അപ്പം ഇവിടെ ബോയ് ആയിരുന്നു നമ്മളടുത്ത് നറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ബോയ് പറയുമ്പം ഐ വാസ് സിറ്റിംഗ്, ഓൺ ദ പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് ബോയ് ആകുമ്പോൾ പറയുന്നത്. അപ്പം നമ്മളാണ് ഇവിടെ നറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്, ആൽമരത്തിൻ്റെ മുകളിൽ ബോയ് ഇരിക്കുന്നുണ്ട്. അവിടെ ചൂട് കാറ്റായതുകൊണ്ട് തന്നെ എല്ലാവരും അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ എന്താണ് നീന്താന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു കാക്ടസിന്റെ പിറകിൽ നിന്ന് കോബ്ര വരുന്നത് കണ്ടത്. ഇറ്റ് വാസ് ലുക്കിംഗ് ഫോർ എ കൂളർ പ്ലേസ് ഇൻ ദ ഗാർഡൻ. എ മംഗൂസ് ഓൾസോ കെയിം ഔട്ട് ആൻഡ് വെന്റ് ടുവേർഡ്സ് ദ കോബ്ര. ദേ കെയിം ഫേസ് ടു ഫേസ്. ആ കോബ്ര എന്ന് പറഞ്ഞ കുറച്ച് തണുപ്പിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോഴത്തേക്ക് മംഗൂസ് അതിനെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ മുഖാമുഖം നിന്നു. The cobra knew that the long mongoose is a fine fighter, clever and aggressive, but the cobra was also an experienced fighter. He could move with great speed and strike the mongoose. His sharp teeth were full of poison. It was a battle of champions. അപ്പം ഇവിടെ നമ്മുടെ കോബ്രയ്ക്ക് മംഗൂസിനെ നന്നായിട്ട് അറിയാം. മംഗൂസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ കോബ്രയും എന്താണ്, നല്ലൊരു ഫൈറ്ററാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, പരസ്പരം
നന്നായിട്ട് പോരിനായിട്ട് നിൽക്കുകയാണ്, രണ്ടുപേരും നല്ല ചാമ്പ്യൻസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ നെറേറ്റ് ചെയ്യുന്ന ഒരു ഫോമിലോട്ട് പറയുന്നു. The cobra his tongue darted it in and out. It was 6 feet long. It raised its 3 feet high and raised its broad spectacular hood. അപ്പം കോബ്ര അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. കോബ്ര ഇങ്ങനെ ചീറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ നാക്ക് അകത്തും പുറത്തും ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ട്. ഇറ്റ് വാസ് 6 feet long. ആ നാവ് തന്നെ ഒരു 6 അടി നീളമുണ്ട്. It raised its 3 feet high and raised its broad. അപ്പം അവൻ നന്നായി ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ്റെ പത്തി വിരിച്ച് നിൽക്കുകയാണ്. The mongoose was also ready to fight. മംഗൂസും ഫൈറ്റിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. Its hair on the spine stood up like bristles. They would help him to prevent his body from getting bitten. A myna and a jungle crow were watching the fight. At one stage, they dived towards the cobra, but they missed it. The myna went back. The crow was trying to turn around when it was struck by the cobra. It died soon. The mongoose proved too clever for the cobra, and finally it was killed by the mongoose, which dragged it into the bush. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബോയ് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ബാക്കിയും എല്ലാം അവൻ അവിടെ വിവരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളായാലും അത് നെറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബോയ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് അവർ തമ്മിലുള്ള വഴക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൈനയും കാക്കയൊക്കെ വന്നതും പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഞാൻ നീട്ടി വലിച്ച് എന്തായാലും പറയുന്നില്ല, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എഴുതണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് അത് എഴുതിയാൽ മതിയാകും കേട്ടോ, എന്നിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും. അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5 ആണ് ഞാൻ പറയുന്നത്. And amongst the wool were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഡയറി എഴുതാനാണ്. അത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? ബോയ് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വെള്ള സ്ക്വിറൽസിനെ കാണുന്നത്. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് അന്ന് അവൻ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ആ കാഴ്ചയെ പറഞ്ഞുകൊണ്ട് അവൻ ഡയറി എഴുതുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വ്യത്യാസങ്ങൾ വരുത്തിയിട്ടും കുറച്ച് വാക്കുകളൊക്കെ പുതുക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. അപ്പം അവൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, എൻ്റെ അമ്മമ്മയുടെ ഈ തുന്നുന്ന സാധന സാമഗ്രികളൊക്കെ കാണാതായി. ആൻഡ് ടുഡേ ഐ ഫൗണ്ട് ഇറ്റ് ഫ്രം ദ നെസ്റ്റ് ഓഫ് ദ സ്ക്യൂറൽ. വെൻ ഐ സോ ദ ഗ്ലീൻ ഫ്രം ദ നെസ്റ്റ് ഓഫ് ദ സ്ക്യൂറൽ ഐ വെന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അത് കാണാതായപ്പം പിന്നീട് ഞാൻ സ്ക്യൂറലിൻ്റെ കൂട്ടിൽ അത് കണ്ടു. ഞാൻ അവിടെ ഒരു തിളക്കം കണ്ടപ്പോഴായിരുന്നു അത് അന്വേഷിച്ചിട്ട് പോയത്. ടു മൈ അട്ടർ സർപ്രൈസ് വാട്ട് ഡു ഐ സീ ദെയർ? എമംഗ് ദ വൂൾ വിച്ച് വാസ് ആക്ച്വലി മൈ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് ദർ വർ 3 baby squirrels, white baby squirrels. അപ്പം ഞാൻ പോയ സമയത്ത് അവിടെ അമ്മൂമ്മയുടെ നിറ്റിംഗ് ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടു. ഐ ഹാഡ് നെവർ സീൻ അനദർ സ്ക്വിറൽ ഇൻ ദാറ്റ് ഏരിയ. അപ്പം അതുപോലെയുള്ള ഒരു സ്ക്വിറലിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ദെൻ ഹൗ ക്യാൻ ദ ബേബി സ്ക്വിറൽസ് അപ്പിയർ ഇൻ ദ നെസ്റ്റ്? അപ്പം അങ്ങനത്തെ ഒരു സ്ക്വിറലിനെ അടുത്തൊന്നും കാണാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ കൂട്ടിൽ പുതിയൊരു സ്ക്വിറൽ വരിക? ഐ വാസ് പസിൽഡ്. ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു. ഐ ഡിസൈഡഡ് ടു ടെൽ മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ വാസ് ഓൾസോ പസിൽഡ് ആൻഡ് ഹി ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ്. അപ്പം അദ്ദേഹം കൺഫ്യൂഷനായി, അദ്ദേഹത്തിനും ഡൗട്ട്സ്. പിന്നെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈറ്റ് സ്ക്വിറൽസിനെ കാണുന്നത്. Then he said that rats and squirrels were of the same family group and they could cross breed. അപ്പം മുത്തശ്ശൻ അവസാനം പറഞ്ഞു എന്താണ്, റാറ്റും സ്ക്വിറൽസും തമ്മിൽ സെയിം ഗ്രൂപ്പിലാണ്, ഫാമിലി ഗ്രൂപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബന്ധപ്പെടാനായിട്ടും സാധിക്കും. ദ സ്ക്വിറൽ വാസ് ദ ഫാദർ ആൻഡ് ദ വൈറ്റ് റാറ്റ് വാസ് ദ മദർ ഓഫ് ദി വൈറ്റ് ബേബീസ്. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? സ്ക്വിറൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, അവര് സ്ക്വിറലും റാറ്റും തന്നെയാണ് ഫാദറും മദറും. ദിസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് വണ്ടേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് വെരി ഹാപ്പി ടു വാച്ച് ഓൾ ദിസ്. അല്ലെ, ഈ നേച്ചർ നിറച്ചും ഒരുപാട് അത്ഭുതങ്ങളാണ്. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. The silhouettes of some scenes from the story are given here. Identify the scenes and give cut lines. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്താണ്ടില്ലേ. അപ്പം ഫസ്റ്റത്തേൽ നമുക്ക് തന്നിട്ടുണ്ട് ആ ചിത്രം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫസ്റ്റ് എന്താണ്, ആ കുട്ടി അണ്ണാനെ എന്താണ്
ഫുഡ് കൊടുക്കുന്നതാണ്, കയ്യിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നതാണ് അല്ലേ. ദ സ്മോൾ സ്ക്യൂറൽ ബിക്കെയിം ഫ്രണ്ട്ലി ആൻഡ് ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ആ അണ്ണാറക്കണ്ണൻ അവൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആവുകയും അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സീനിൽ നമ്മൾ കാണുന്ന എന്താണ്, കുട്ടി ഈ നമ്മുടെ എവിടെയാണ് ബനിയൻ ട്രീൻ്റെ മുകളിൽ ഇരുന്നിട്ട് ബുക്ക് വായിക്കുന്നതാണ് അല്ലേ. ദ ബോയ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ ആൻഡ് ഹി ബ്രോട്ട് കുഷ്യൻസ് ഫ്രം ദി ഹൗസ് ടു സിറ്റ് ഡൗൺ. propping on a branch he could read books. ബനിയൻ ട്രീൻ്റെ മുകളിൽ ഒരു കുഷ്യൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, പുസ്തകങ്ങൾ വായിക്കുകയാണ്. നെക്സ്റ്റ് ചിത്രത്തിൽ നമ്മുടെ ബാറ്റിലാണ് കാണുന്നത് അല്ലേ. ദ മൈന ആൻഡ് ദ ക്രോ ആർ ട്രൈങ് ടു അറ്റാക്ക് ദ കോബ്ര വിച്ച് ഇസ് ഓൾറെഡി ഫൈറ്റിംഗ് വിത്ത് ദ മംഗൂസ്. അപ്പോൾ മംഗൂസുമായിട്ട് വഴക്ക് കൂടുന്ന ആ കോബ്രയ്ക്കെതിരെ കാക്കയും മൈനയും എന്താണ് എതിർത്ത് വരുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്, മംഗൂസ് നമ്മളെ കോബ്രനെ കടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നതാണ്. ദ മംഗൂസ് വാസ് ഏബിൾ ടു കിൽ ദ കോബ്ര ആൻഡ് ഇറ്റ് ഇസ് ബീങ് ഡ്രാഗ്ഡ് ഇൻ ടു ദ ബുഷ് ബൈ ദി മംഗൂസ്. മംഗൂസ് കോബ്രനെ കൊല്ലുന്നു, മാത്രമല്ല അതിനെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ച് കൊണ്ടുപോകുന്നു. നെക്സ്റ്റിൽ എന്താ കാണുന്നത്, ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ സ്ക്യൂറൽ ബിക്കെയിം വെരി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നതാണ്. ദേ ഈവൻ വെൻ ഫോർ സ്മോൾ എക്സ്കർഷൻസ്. അവർ ഈ മരച്ചില്ലയിലൊക്കെ ഇങ്ങനെ സന്ദർശനം നടത്താറുണ്ട്. ദേ മേറ്റഡ്. ഫൈനലി ദ സ്ക്യൂറൽ ബിൽറ്റ് എ നെസ്റ്റ് ആൻഡ് ദ വൈറ്റ് റാറ്റ് ഗേവ് ബർത്ത് ടു 3 white baby squirrels. അപ്പം ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, മെയ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റിൽ എന്താണ്, ദ ബോയ് വാസ് അമേസ്ഡ് ടു സീ 3 white baby squirrels in the nest അല്ലേ. ആ നെസ്റ്റിൽ 3 ബേബി സ്ക്വിറൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹി നെവർ തോട്ട് ദിസ് കുഡ് ഹാപ്പൻ. ഇതൊരിക്കലും സംഭവിക്കുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഈ സ്പീഡിൽ പറയുന്നത് കേട്ടിട്ട് ഇതാവേണ്ട കേട്ടോ. നിങ്ങൾ എഴുതാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് എഴുതുക. ഓക്കെ. അപ്പം ഈ ഒന്നാമത് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിച്ചു വാരി പറയാത്തത് കേട്ടോ. ദെൻ ബേസ്ഡ് ഓൺ ദി ഔട്ട്ലൈൻസ് പ്രിപ്പയർ എ നറേറ്റീവ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനാണ് നമ്മളോട് നറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ബോയ് വാസ് എ സ്മോൾ സ്ക്യൂറൽ. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ബോയുടെ ആദ്യത്തെ ഫ്രണ്ട് ആ സ്മോൾ സ്ക്യൂറൽ ആയിരുന്നു. ഹി യൂസ് ടു ഗിവ് ദ സ്ക്യൂറൽ പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ദ സ്ക്യൂറൽ ദെൻ ബിക്കം ബോൾഡ് ഇനഫ് ടു ഈറ്റ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ദ ബോയ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഇൻ എ ബനിയൻ ട്രീ. ഹി യൂസ് ടു സിറ്റ് ദർ ആൻഡ് റീഡ് ബുക്സ് ആൻഡ് വാച്ച് തിങ്സ് അറൗണ്ട്. അപ്പോൾ സ്ക്യൂറൽസിന് ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. പിന്നീട് ട്രീയുടെ മുകളിൽ ഇരുന്നിട്ട് അവൻ പഠിക്കാറുണ്ടായിരുന്നു. Then one day he saw a cobra and mongoose having a fight. As he was watching the fight, he saw there were also myna and a crow watching the fight. അപ്പോൾ ഒരു വട്ടം ഇവൻ മുകളിലിരിക്കുന്ന സമയത്ത് ഈ കോബ്രയുടെ മംഗൂസിന്റെ ഫൈറ്റ് കാണാനിടയായി. അവിടെ ഒരു മൈനയും കാക്കയും അവരും ഉണ്ടായിരുന്നു. These birds wanted to attack the cobra, but the cobra kills the crow. Finally, the cobra is killed by the mongoose and its body is dragged into the bush. അപ്പോൾ മൈനയും കാക്കയും ഇതിൽ എന്താണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാക്ക എന്തായിപ്പോയി, കൊല്ലപ്പെട്ടു. അങ്ങനെ അവസാനം നമ്മുടെ കോബ്രയെ മംഗൂസും കൊല്ലുകയാണ്, എന്നിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ബോയ് ഹാഡ് ബോട്ട് എ വൈറ്റ് റാറ്റ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. നെക്സ്റ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മുത്തശ്ശൻ വൈറ്റ് റാറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ക്യൂറലും ഈ വൈറ്റ് റാറ്റും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അങ്ങനെ പിന്നീട് അവർ മേറ്റ് ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അത് കണ്ട സമയത്ത് ഇവരെല്ലാവരും സർപ്രൈസ്ഡ് ആയി, കൺഫ്യൂഷനായി. അവസാനം മുത്തശ്ശൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും ഒരേ ഫാമിലിയിൽ പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത് ഇവരുടെ കുഞ്ഞുങ്ങളാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ് പറയുന്നത്. A single banyan tree creates such beauty and harmony. How will it be if we have such beauty everywhere? What should we do for the conservation of nature? ഇപ്പോൾ ഒരൊറ്റ ആൽമരമാണ് ഇവിടെ ഉണ്ടായത്, പക്ഷേ ആ ആൽമരം നമുക്ക് നൽകിയ സന്തോഷവും ഇതൊക്കെ എത്രയോ വലുതാണ് അല്ലേ. അപ്പം ഇതുപോലെ ഒരുപാട് മരങ്ങളും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് കണ്ടിട്ടില്ലേ, നമ്മുടെ ജോൺ കീറ്റ്സിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് ജോയ് ഫോർ എവർ. ഇൻഡീഡ് വി വുഡ് ബി ഹാപ്പി ടു ഹാവ് ബ്യൂട്ടി എവ്രിവെയർ. എന്താണ് ഈ കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ള എന്തും നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ ചുറ്റിലും എന്താ പറയുക, നമുക്ക് എല്ലായിടത്തും നമുക്ക് സന്തോഷം തരുന്നതാണ് ഉള്ളതെങ്കിൽ അത് എത്രത്തോളം എന്താ പറയുക സുഖമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ബട്ട് വാട്ട് ഡു വി സീ നൗ? പക്ഷേ നമ്മളെന്താ ഇന്ന് കാണുന്നത്? ഈവൻ ഓൺ ദ റോഡ്സ് പീപ്പിൾ ത്രോ ദെയർ വേസ്റ്റ്. വി സീ പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് അതർ തിങ്സ് ലൈങ് ഓൾ അറൗണ്ട് കില്ലിങ് അവർ എൻവയോൺമെൻറ്റ്സ്. നമ്മൾ പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, എല്ലാവരും വേസ്റ്റുകൾ കളയുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാഗ്സ് യൂസ്
യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട്, കാണുന്നിടത്തൊക്കെ എറിയുന്നുണ്ട്. അതുപോലെ എന്താണ്, നമ്മുടെ പ്രകൃതിയെ നമ്മൾ എന്താക്കിക്കൊണ്ടിരിക്കുക, കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ പറയുന്ന ബ്യൂട്ടി ഒന്നും ഇന്ന് കാണാനില്ല. വി ക്യാൻ ഡു മെനി തിങ്സ് ടു കൺസേർവ് നേച്ചർ. നമുക്ക് പ്രകൃതിയെ രക്ഷിക്കാൻ പല കാര്യങ്ങളും കഴിയും. വി ഷുഡ് പ്ലാൻ ട്രീസ്, റെഡ്യൂസ് deforestation for cultivation and building industries and houses, reduce the use of artificial fertilizers and pesticides, keep our rivers, lakes, ponds and wells clean, reduce our dependency on motor vehicle which use petrol and diesel. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ ബിൽഡിങ്ങിനും മറ്റുമൊക്കെ നമ്മൾ പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാടുകളൊക്കെ നശിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ കുറയ്ക്കുക. അതുപോലെ ഈ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കീടനാശിനികളൊക്കെ നമ്മൾ ഒഴിവാക്കുക, ജൈവമായത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ നദിയും പുഴയും അരുവികളൊക്കെ എന്ത് ചെയ്യുക, ചെറിയ കുഞ്ഞു കുളങ്ങളും അതുപോലെ നമ്മുടെ കിണറൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വെക്കുക. ദെൻ മോട്ടോർ വെഹിക്കിൾസിൻ്റെയും അതുപോലെ എന്താ പറയുക, പെട്രോളും ഡീസലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതൊക്കെയാണ് ഒരുപാട് നമുക്ക് പൊല്യൂഷൻ കൊണ്ടുതരുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നെക്സ്റ്റ് നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 8 ആണ് കേട്ടോ. The story Adventures in a Banyan Tree portrays the happy childhood of the writer blended with enchanting nature. Can the future generation enjoy such a beautiful life? Analyze the following pictures and identify the environmental issues portrayed in them. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട് ആ കുട്ടി എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് അവൻ്റെ കുട്ടിക്കാലം എന്ത് ചെയ്യുന്നത്, പ്രകൃതിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയത് എന്ന് അല്ലേ. നന്നായി ഇണങ്ങി ജീവിച്ചിട്ടുണ്ടായിരുന്നു പ്രകൃതിയായിട്ട്, ഒരുപാട് കാഴ്ചകളും സൗന്ദര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല അല്ലേ. കാരണം ഒരുവിധം പ്രകൃതിയെ നമ്മൾ ഇപ്പോഴും എന്താ ഡേ ബൈ ഡേ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ഇനി കാണാൻ കഴിയുമെന്ന് പോലും അറിയില്ല. അപ്പം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് കാണിക്കുന്ന ചിത്രത്തിൽ എന്താ ഉള്ളത്, ഒരാൾ മരത്തിനെ എന്ത് ചെയ്യാണ്, മുറിക്കുന്നതാണ് അല്ലേ. കട്ടിങ് ഡൗൺ ട്രീസ്, അതെന്തിൻ്റെ ഭാഗമാണ്, ഡീഫോറസ്റ്റേഷൻ. വാട്ട് ഇസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഓഫ് ദിസ്. ശരിക്കും ഒരാൾ മരത്തെ മുറിക്കുകയാണ്. ഇത് എത്രത്തോളമാണ് ഈ എന്താ പറയുക നമ്മുടെ എൻവയോൺമെൻറ്റിനെ എത്രത്തോളം ബാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ the dreadful impact is global warming. ഗ്ലോബൽ വാർമിംഗ് ആണ് ഈ ഒരു കാരണം കൊണ്ടുണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. The trees give us oxygen. The roots protect the soil from erosion. The tree itself gives dwellings to various birds and animals. By cutting down the trees, we are മേക്കിംഗ് ഡെസേർട്സ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, മരം നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ റൂട്ട്സ് പടർന്നിട്ടാണ് നമുക്ക് സോയിൽ ഇറോഷനൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ ട്രീ എന്ന് പറയുന്നത് എന്താ, ഒരുപാട് ബേർഡ്സിനും ആനിമൽസിനൊക്കെ തങ്ങാനുള്ള ഒരു ഷെൽട്ടറാണ്. അപ്പം ഈ ട്രീസൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ പ്രകൃതി എന്താവാണ്, ശരിക്കും മരുഭൂമി ആവുകയാണ് അല്ലേ, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പിക്ചറിൽ എന്താണ് ഇഷ്യൂ, പ്രശ്നം എന്താണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ്സ് എവരിവെയർ, ഹൗ വിൽ ദിസ് എഫക്ട് ദ എൻവയോൺമെന്റ്. ആ മരത്തിന് ചുറ്റും കണ്ടില്ലേ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ. ഇതെങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത് എന്നാണ്. ദ ഹോൾ പ്ലേസ് ബിക്കം എ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ്. വാട്ടർ ബോഡീസ് വിൽ ബി clogged and polluted. There will be no clean water. People, animals and birds will be struggling to get good water. Peaceful and healthy life becomes impossible. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അലിഞ്ഞു പോകില്ല അല്ലെ. മണ്ണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കും, എത്രയോ വർഷങ്ങളോളം അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഇങ്ങനെ കളയുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ ബോഡീസും നമുക്ക് വെള്ളം കിട്ടുന്ന എല്ലാ ഉറവിടങ്ങളും എന്താവും, പൊല്യൂട്ടഡ് ആകും. അതുകൊണ്ട് തന്നെ അത് പൊല്യൂട്ടഡ് ആവുന്നത് മാത്രമല്ല, നമുക്ക് ഒരു ശുദ്ധമായ വെള്ളം നമുക്ക് ലഭിക്കില്ല. ബേർഡ്സിനായാലും ആനിമൽസിനായാലും ഒന്നും നല്ല വെള്ളം ലഭിക്കില്ല. അത് മാത്രമല്ല ഒരു ഭാവിയിൽ ഇനി എന്താ സമാധാനപരമായ അതുപോലെ ആരോഗ്യപരമായ ഒരു ജീവിതം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നടക്കാത്തൊരു കാര്യമായിട്ട് തന്നെ മാറും. നെക്സ്റ്റ് പിക്ചർ എന്താണ്, ഇഷ്യൂ എന്താണ്, കാർബൺ എമിഷൻ, ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻസ്, വാട്ട് ആർ ദ റീസൺ ആൻഡ് കോൺസിക്വൻസസ്. അതിൽ കണ്ടില്ലേ നമ്മൾ ഒരുപാട് ഫാക്ടറീസിന്നും മറ്റുമൊക്കെ വരുന്ന ഈ കാർബണിൻ്റെ അമിതമായിട്ടുള്ള എന്താ പറയുക പ്രവാഹമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം അല്ലേ. ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നാണ്. ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻ
pollutes the atmosphere and even the air becomes poisonous with dust and smoke. അല്ലെ, ഒരുപാട് ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ എന്താകും, വിഷാംശം നിറഞ്ഞതാകും. അതുപോലെ പൊടിയും പുകയും ഒക്കെ ആയിട്ട് മലിനമാകും. കാർബണിന്റെ അമിതമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പ്രകൃതിയിൽ വരും. ഡിസീസസ് സ്പ്രെഡ് റാപ്പിഡ്ലി ആൻഡ് പീപ്പിൾ ഡൈ ഓഫ് വേരിയസ് ഡിസീസസ്. അപ്പം ഈ ശ്വാസ സംബന്ധമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഡിസീസസ് ഇതിന്റെ പേരിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. ഡിസ്കസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു തിങ്ക് ദീസ് ആർ വെരി സീരിയസ് ത്രെറ്റ്സ് ടു അവർ എർത്ത്? വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻസ് ഫോർ ദീസ് ഇഷ്യൂസ്? അപ്പം ഈ ഒരു ചിത്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം ഇവിടെ കണ്ടിരിക്കുന്നതൊക്കെ ശരിക്കും ഭൂമിക്ക് ഒരു ഭീഷണിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് വല്ല സൊല്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഓഫ് കോഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ അല്ലേ, നമ്മൾ കാട് വെട്ടി നശിപ്പിക്കാതിരിക്കുക. അതുപോലെ ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എവറിവെയർ ആൻഡ് എക്സസീവ് കാർബൺ എമിഷൻ ആർ സീരിയസ് ത്രെറ്റ്സ് ടു അവർ ഒരുപാട് പ്ലാസ്റ്റിക് നമ്മൾ കളയുന്നതും അതുപോലെ കാർബൺ എമിഷനൊക്കെ എന്താണ്, ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് നമ്മുടെ എർത്തിന്. ദേ കോസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതെന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനും ഇടയാക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കാലാവസ്ഥയ്ക്കുള്ള വ്യതിയാനത്തിനും കാരണമാകും. ബട്ട് ദർ ആർ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ്. പക്ഷേ എന്തുണ്ട്, ഇത് ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. എഫോറസ്റ്റേഷൻ അല്ലേ, ഒരുപാട് മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. പ്ലാന്റിംഗ് ട്രീസ് വേർ എവർ പോസിബിൾ, എവിടെയൊക്കെ നമുക്ക് കഴിയും അവിടെയൊക്കെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാം, എന്താ ഒരു ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. അവോയ്ഡ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്, അതുപോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒഴിവാക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ്, തുണി കൊണ്ടുള്ള ബാഗ്സ് യൂസ് ചെയ്യുക. ഡിസ്പോസ് ദ വേസ്റ്റ് പ്രോപ്പർലി, അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവുന്ന അനാവശ്യ വസ്തുക്കളൊക്കെ വേസ്റ്റൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മളതിനെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ കൺട്രോൾ കാർബൺ എമിഷൻ, കാർബൺ എമിഷൻ എന്ത് ചെയ്യുക, കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയലൈസേഷനിൽ എന്താണ് കുറേയൊക്കെ കുറഞ്ഞ് അതിൻ്റെ ഒരു റിഡക്ഷനൊക്കെ വരണം. ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് യൂസിങ് മോട്ടോർ വെഹിക്കിൾ യൂസിങ് പെട്രോൾ ആൻഡ് ഡീസൽ ആസ് ഫ്യൂവൽ. അപ്പം പെട്രോളും ഡീസലൊക്കെ ഇന്ധനമായിട്ട് വരുന്ന മോട്ടോർ വാഹനങ്ങൾ കഴിവതും എന്ത് ചെയ്യുക, കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേസ് ആൻഡ് സച്ച് പൊല്യൂട്ടിംഗ് ഏജൻസ്. അപ്പം നമ്മുടെ പ്രകൃതിയെ മലിനമാക്കുന്ന പെസ്റ്റിസൈഡ്സ് പോലത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. അതിൻ്റെ സ്പ്രേയോ പല രീതിയിൽ അത് കിട്ടാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കഴിവതും ഉപയോഗിക്കുക. ജൈവ കീടനാശിനികളൊക്കെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് കണ്ടക്ടിങ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് സേവ് ദ എർത്ത്, മേക്കിംഗ് എ ഡോക്യുമെന്ററി ഓൺ ദ ടോപ്പിക് ആസ് സജസ്റ്റഡ് ഇൻ ദ ടെക്സ്റ്റ്. അത് കുട്ടികൾക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. തിങ്സ് ടു ബി ഡൺ ബൈ സ്റ്റുഡൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ലേൺ അബൌട്ട് വേർഡ്സ്. ഇനി നമുക്ക് കുറച്ച് വാക്കുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫൈറ്റ് ഓഫ് ഈച്ച് വാരിയസ്. എന്താണ്, രണ്ട് വാരിയേഴ്സിന് ഉണ്ടല്ലോ ഈ സ്റ്റോറിയിൽ, ആരൊക്കെയായിരുന്നു, സ്നേക്കും മംഗൂസും. അവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ സ്നേക്കിൻ്റെ കണ്ടോ എന്തൊക്കെയാണ്? മൂവ് സ്വിഫ്റ്റ്ലി, സ്ട്രക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, spread his broad spectacled hood, swayed from side to side, tried to mesmerize the mongoose, his great hood came down swiftly. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ എന്താ പറയുക, വേഗതയിലാണ് ഇത് ചലിക്കുന്നത് അല്ലേ, നമുക്ക് ഒരിക്കലും പിടികിട്ടാത്ത ഒരു ലെവലിൽ. പിന്നെയാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പത്തി വിടർത്തി കഴിഞ്ഞത് എന്ത് ചെയ്യാറുണ്ട്, സൈഡിൽ നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ ആടാറുണ്ട്, ചലിക്കാറുണ്ട്. പിന്നെ അതുപോലെ മംഗൂസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, മംഗൂസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല അറ്റംപ്റ്റും നടത്തിയിട്ടുണ്ട്. പിന്നെ ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി, അതുപോലെ അവൻ്റെ ആ വലിയ പത്തി പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ടേക്ക് വരുന്നത്. ദെൻ മംഗൂസിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? മെയ്ഡ് എ ഫൈൻ ടു വൺ സൈഡ് അല്ലെ, ഒരു വ്യാജ നീക്കം നടത്തുന്നുണ്ട് നമ്മുടെ മംഗൂസ്, ഡാറ്റഡ് സ്വിഫ്റ്റ്ലി. അതുപോലെ തന്നെ സ്നേക്കിനെ പോലെ തന്നെ, കോബ്രനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഒരു റാപ്പിഡ് മൂവ് നടത്താൻ നമ്മുടെ മംഗൂസിന് സാധിക്കുന്നുണ്ട്. പിന്നെ ബുഷ്ഡ് ഹിസ് ടെയിൽ, അവൻ്റെ വാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചിങ്ങനെ എന്താ പറയുക, വിടർത്തി വിരിച്ച് മുള്ളു പോലെ വെക്കാനായിട്ട് അവന് കഴിയുന്നുണ്ട്. റെഫ്യൂസ് ടു മീറ്റ് ദ അൺവിങ്കിങ് ഐസ് ഓഫ് ദ സ്നേക്ക് അല്ലേ, അപ്പം അത്രയും ജ്വലിച്ച് നിൽക്കുന്ന ആ സ്നേക്കിൻ്റെ കണ്ണുകളെ തടയാൻ അവന് സാധിക്കുന്നുണ്ട്. എങ്ങനെ, അതിൽ അവൻ തീരെ നോക്കാറില്ല. ദെൻ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ് ടു അവോയ്ഡ് ദ ബൈറ്റ്, അതുപോലെ പാമ്പിൻ്റെ കടി ഒഴിവാക്കാനായിട്ട് അവൻ വളരെ വിദഗ്ധമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചാടാറുണ്ട്. വിത്ത് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, അതുപോലെ പാമ്പിൻ്റെ ബാക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവൻ ബൈറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. റീറൈറ്റ് പാസേജ് യൂസിങ് സിനോണിംസ് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്സ്. അപ്പം അവിടെ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ സിനോണിംസ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം വരുന്ന വേറെ വേർഡ്സ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. In the spring when the banyan tree was full of small red figs, birds of all kinds would flock
it into branches. Flock എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ഇരിക്കുക എന്നാണ്. The red bottom bulbul cheerful and greedy gossiping. Greedy എന്ന് പറഞ്ഞാൽ ആർത്തി പിടിച്ചാണല്ലോ ഒക്കെ ഒരു അർത്ഥമാണ്. ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പരദൂഷണം പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ബേർഡ്സിനെ സംബന്ധിച്ച് എന്താണ് ഈ ശബ്ദം തന്നെയാണ്. ദെൻ സ്ക്വാബിളിംഗ് വിത്ത് ഈച്ച് അതർ. സ്ക്വാബിളിംഗ് എന്ന് പറഞ്ഞാൽ പരസ്പരം എന്ത് ചെയ്യുക, വഴക്ക് കൂടുക. അപ്പം നമ്മൾ ബനിയൻ ട്രീയിൽ ഒരു പ്രത്യേക പോർഷൻ പറയുന്നുണ്ടല്ലോ, ഇവരൊക്കെ വന്നു കഴിഞ്ഞാലാണ് ബനിയൻ ട്രീയിലെ ഏറ്റവും നോയ്സസ് പ്ലേസ് എന്ന്. അപ്പം ഈ വേർഡ്സ് ആണ് ഇപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ വേർഡ്സ് ആണ് നമ്മൾ അതിൻ്റെ സിനോണിംസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലോക്ക് എന്ന് പറയുന്നതിന് സിനോണിം സെയിം അർത്ഥം വരുന്ന വേർഡ് തന്നെയാണ് ത്രോങ് എന്ന് പറയുന്നത്. ദെൻ ഗ്രീഡി അതിനുവേണ്ടി പറയുന്നതാണ് അവരീഷ്യസ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഗോസിപ്പിംഗ് എന്നുള്ളതിൻ്റെ ഒരു സിനോണിം വേർഡാണ് സ്ലാൻഡറിങ്. അതുപോലെ സ്ക്വാബ്ലിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് ക്വാറലിംഗ് എന്ന് പറയാം. ഓക്കെ, നൗ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഒന്ന് നമുക്ക് നോക്കാം. He had never tried taming it because a wild mongoose was more useful than a domesticated one. എന്താ പറഞ്ഞിരിക്കുന്നത്, അയാൾ ഒരിക്കലും ആ മംഗൂസിനെ ഇണക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. കാരണം എപ്പോഴും ഇണങ്ങിയ മംഗൂസിനേക്കാൾ ഏറ്റവും ഉപകാരപ്രദം എന്ന് പറയുന്നത് വന്യമായ മംഗൂസ് ആണ് എന്നാണ്. വാട്ട് ഫംഗ്ഷൻ ഡു ദ അണ്ടർലൈൻ വേർഡ്സ് പെർഫോം ഇൻ ദിസ് സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തത് കണ്ടില്ലേ. ഈ ഒരു സെൻറ്റൻസിൽ അവർ കൊടുക്കുന്ന എന്താ പറയുക, അവർ വഹിക്കുന്ന സ്ഥാനം എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ യൂസസ്. ഓക്കെ, അപ്പം ഹി എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രൊനൗൺ ആണ്, സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വേർബാണ്. ഓക്കെ, ഹാഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനാണ്, ഹെൽപ്പിംഗ് ടു ഫോം ദി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഓഫ് ദി വേർബ്. വേർബിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ട്രൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വേർബാണ്, ഒരു ക്രിയയാണ്. ദെൻ ബിക്കോസ് എന്ന് പറയുന്നത് ഒരു കൺജക്ഷൻ ആണ്. ഓക്കെ, ദെൻ വൈൽഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ദെൻ മംഗൂസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ദെൻ മോർ യൂസ്ഫുൾ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ സീ ദ വേർഡ് കാർഡ് ഇൻ ദ ടെക്സ്റ്റ് ഓൺ ബിലോ. ഒരു വേർഡ് കാർഡ് കണ്ടില്ലേ അവിടെ, അതിലെന്താണ് നോക്കിയ വേർഡ് കാറ്റഗറി, സിനോണിംസ്, ആന്റോണിം, സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് ആർ സിനോണിംസ്, സെൻറ്റൻസ് യൂസിങ് ദ ആന്റോണിം ആൻഡ് ആക്ടിവിറ്റി വിത്ത് ദ വേർഡ്. അപ്പോൾ ഒരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അതിൻ്റെ സിനോണിം എന്താണ്, ആന്റോണിം എന്താണ്, അതുപോലെ ആ വേർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ്, അതുപോലെ അതിൻ്റെ ആന്റോണിം യൂസ് ചെയ്ത് കൊണ്ടുള്ള ഒരു സെൻറ്റൻസ്, അതുപോലെ ആ വേർഡ് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതൊക്കെയാണ് നമ്മുടെ അടുത്ത് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നതാണ് ഫൂളിഷ് എന്ന് പറയുന്നത്. അത് ഏത് കാറ്റഗറിയിലാണ്, അഡ്ജക്റ്റീവിൽ പെടുന്നതാണ്. ഫൂളിഷിൻ്റെ സിനോണിംസ് ആണ് സില്ലി, സ്റ്റുപ്പിഡ്, ഇഡിയോട്ടിക് എന്നൊക്കെ പറയുന്നത്. ആന്റോണിം എന്ന് പറയുന്നത് വൈസ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. ദെൻ അതുപോലെ നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്റർ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർഡ് കണ്ടില്ല, മാഗ്നിഫിഷൻ എന്നാണ്. മാഗ്നിഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൗഢിയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതിൽ കാറ്റഗറി വരുന്നത് സെയിം അഡ്ജക്റ്റീവ് ആണ്. ദെൻ സിനോണിംസ് എന്തൊക്കെയാണ് അതിൻ്റെത്, സെയിം അർത്ഥം വരുന്നത് എന്തൊക്കെയാണ്, ബ്രില്യൻറ്റ്, എലിഗൻറ്റ്, എക്സലൻറ്റ്, ഗ്ലിറ്ററിങ്, ജോർജിയസ്, ഗ്രാൻഡ്, എന്നുവെച്ചാൽ വളരെ മഹത്തരമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ വിപരീതമായിരിക്കും, മീഡിയോക്കർ, കോമൺ, ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നോർമൽ എന്നുള്ള അർത്ഥം വരുന്നത്. വേർഡ് എന്തൊക്കെയാണ്, ദ വേർഡ് താജ്മഹൽ ഇസ് മാഗ്നിഫിഷ്യൻ ബിൽഡിംഗ്. താജ്മഹൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പം ആന്റോണിമിൽ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ എതിർവാക്ക് യൂസ് ചെയ്യുമ്പോൾ ഹിസ് പെർഫോമൻസ് ആസ് എ മിനിസ്റ്റർ വാസ് മീഡിയം. അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അയാളുടെ പെർഫോമൻസ് എന്തായിരുന്നു, ഓക്കെ അത്ര വലിയ നിലവാരം ഉള്ളതല്ല, ഒരു മീഡിയം ആയിരുന്നു. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിഫിഷ്യൻ്റ്ലി, അതിൻ്റെ അഡ്വേർബ് ആണ് കേട്ടോ. മാഗ്നിഫിഷ്യൻ്റെ അഡ്വേർബ് ആണ് മാഗ്നിഫിഷ്യൻ്റ്ലി. ദെൻ നൗൺ ആണ് മാഗ്നിഫിസൻസ്. അപ്പം കുറച്ചിവിടെ നമ്മൾ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വേർഡ് കണ്ടില്ലേ, ഇൻവേഷൻ ആണ്. ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റം എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, സിനോണിംസും ആന്റോണിംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ വേർഡ് അഗ്രസീവ്, ആക്രമണ സ്വഭാവം എന്നാണ് അഗ്രസീവിൻ്റെ അർത്ഥം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം സെയിം നേരത്തെ പറഞ്ഞ അതേ ഫോമാറ്റിലാണ് വരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസും അതുപോലെ അതിൻ്റെ ആന്റോണിംസും അതിൻ്റെ സിനോണിംസും. ഓക്കെ, അപ്പം ഒരു 3-4 വേർഡ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് എൻ ഓൾഡ് ബനിയൻ ട്രീ. അതൊരു പഴയ ബനിയൻ ട്രീ ആയിരുന്നു. ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ദ ടൗൺ. ആ ടൗണിലെ ഏറ്റവും എന്താ പറയുക ഓൾഡ് ആയിട്ടുള്ള ബനിയൻ ട്രീ ആയിരുന്നു അത്. അതുപോലെ ഒന്ന് ഞാൻ വിട്ടു കേട്ടോ. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഹൗസിനേക്കാൾ പ്രായമുണ്ട് ആ മരത്തിന്.
In sentence 1, the adjective old merely tells us that banyan tree was old. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് വാസ് ആൻ ഓൾഡ് ബനിയൻ ട്രീ എന്നാണ്. അപ്പോൾ ദ അജക്റ്റീവ് അവിടെ യൂസ് ചെയ്ത അജക്റ്റീവ് എന്താണ്? ഓൾഡ് എന്നാണ്. അപ്പോൾ അത് കോമൺലി പറയുന്നത് എന്താണ്? ടെൽസ് അസ് ദാറ്റ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കണം ആ ബനിയൻ ട്രീ ഓൾഡ് ആണ്, നോർമലായിട്ട് ഉള്ള അർത്ഥം. സെൻറ്റൻസ് 2 പറഞ്ഞിരിക്കുന്നത് അജക്റ്റീവ് എന്താണ്? ഓൾഡർ എന്നാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഈസ് യൂസ് ടു ഷോ ദാറ്റ് ഇറ്റ് വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ വീടിനേക്കാൾ അല്ലേ, അതിനേക്കാൾ എന്താണ്? പഴമയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദ ട്രീ വാസ് ഓൾറെഡി there when the house was built. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ വീടുണ്ടായിരുന്ന സമയത്തും ആ മരം അവിടെ എന്താണ്? ഉണ്ടായിരുന്നു. ഇൻ സെൻറ്റൻസ് 3, മൂന്നാമത്തേൽ അജക്റ്റീവ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആണ്. അതെന്താ അർത്ഥം? ടെൽസ് അസ് ദാറ്റ് ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ദ ടൗൺ. ആ ടൗണിൽ വെച്ചിട്ട് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മരം അതാണെന്നാണ് പറയുന്നത്. ഓൾഡസ്റ്റ് ഈസ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് ഓൾഡ്. ഓൾഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ fill in the blanks suitably. അതിൽ കുറച്ച് ഒരു 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. എന്താണ്? ക്ലവോ. ക്ലവോ ആസ് ദി ക്രോ. സെക്കൻഡ് വൺ, ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദൻ എ കോബ്ര. അപ്പം അഗ്രസീവ് കൊടുത്തിട്ടുണ്ട്. മോർ അഗ്രസീവ്, മോസ്റ്റ് അഗ്രസീവ്. അതിൽ ആൻസർ വരിക മോർ അഗ്രസീവ് ആണ്. ദെൻ ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. നോയ്സ്, നോയ്സിയർ, നോയ്സിയസ്റ്റ്. ഏതായിരിക്കും? നോയ്സിയസ്റ്റ്. Noisiest place on the road. Okay. Then the cobra was a dash fighter. എന്തായിരിക്കും? Skillful fighter. Then the evening was dash than the morning. Evening was hotter than the morning. The myna was as dash as the crow. The myna was as contented as the crow. Then it was the dash fight of the snake with the mongoose. ഏഴാമത്തത് എന്താ വരിക? Worst. ഓക്കെ, ബേർഡ് വേഴ്സ്റ്റ് അതിൽ വേഴ്സ് ആണ് വരിക. ദെൻ എട്ടാമത്തേത് ഇറ്റ് വാസ് വൺ ഓഫ് ദി ഡാഷ് വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. എന്താണ്? മോസ്റ്റ് അൺഫോർഗറ്റബിൾ. ദെൻ 9th ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്. ഏതാണ്? എൽഡസ്റ്റ് അല്ലേ, ഏറ്റവും പ്രായം ചെന്നത് എന്നർത്ഥം. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് ഡാഷ് ആസ് ദി കോബ്ര. എന്താണ്? സ്വിഫ്റ്റ്ലി. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദി കോബ്ര. ഓക്കെ, അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നോക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല സ്പീഡിലാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം നമ്മൾ ചാപ്റ്ററൊക്കെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പം അതുകൊണ്ട് വെറുതെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പം നിങ്ങൾക്കിത് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയാലും മതിയാകും. ഓക്കെ.